ഗായ്സ് വണക്കം വണക്കം. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകുന്നതും സുഖമല്ല, ചെറുതായിട്ട് ഭയങ്കര സൗണ്ടൊക്കെ പോകുന്ന പോലെ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഒന്നാമത്തെ വിളിക്കട്ടെ ആദ്യം നമ്മൾ അഭിഷേകം നോക്കാം. ഇന്ന് നമ്മൾ ഓഫീസിലെ തുറയാണ് ഇത് നോമ്പ് തുറ ഇഫ്താർ പാർട്ടി. അപ്പോൾ ആർക്ക് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് അത് കാണിച്ചിരുന്നുണ്ട്. കാരണം ചില്ലന്മാരെ ആൾക്കാരെന്നല്ല, എനിക്ക് 1500+ സ്റ്റാഫ് ഉള്ള ഒരു ഓഫീസിലാണ് നമ്മൾ പോയെടുക്കുന്നത്, മലബാർ ഗോൾഡിൻ്റെ. അപ്പം ഇന്നത്തെ നോമ്പ് തുറ കാഴ്ചകൾ വഴിയെ കാണാം. ഈ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ മക്കളെ, ഇത് വൈകുന്നേരം ആകുമ്പോഴുള്ള കാഴ്ച എന്താണെന്ന് അറിയുമെങ്കിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഉച്ചയ്ക്ക് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഇങ്ങനെ സാധനങ്ങളൊക്കെ തൂക്കിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കാരണം കുറേ സ്റ്റാഫ് ഉള്ളതും കൊണ്ട് ഇത് മൊത്തം ഇവിടെ സെറ്റാക്കണ്ടേ. ഒരു 10 രൂപ പണിക്കാരൊക്കെ കൂടി സെറ്റാക്കിയിട്ടാണ് നമുക്കുള്ള ഇത് കണ്ടില്ലേ, സെക്യൂരിറ്റിമാർ വരെ ഓടിയാണ്. ഇതാണ് മക്കളെ വൈകുന്നേരത്തെ കാഴ്ച. ഇത് കണ്ടങ്ങൾ എത്രക്കാൻ ആൾക്കാരറിയോ? എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 1800+ ആണ് നമ്മളിവിടെ സീറ്റിംഗ് കപ്പാസിറ്റി റെഡിയാക്കി. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഓരോ സീറ്റൊക്കെ വെച്ച് പിടിച്ച് ആളങ്ങിട്ടിരുന്ന് എല്ലാവരും റെഡിയിൽ നിറ നിൽക്കുക. ഉണ്ടല്ലേ ഓലൊക്കെ ചിരി ഉണ്ടെങ്കിൽ ഐശ്വര്യനൊക്കെ പുഞ്ചിരി കാണേണ്ടി തന്നെ കേട്ടോ. അങ്ങനെയാണ് ഉണ്ണീൻ്റെ ഐശ്വര്യൻ്റെ ഒക്കെ ചിരി. എന്താല്ലേ ഉണ്ണിക്കുട്ടനുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഞാനെന്താക്കി, നേരെ വീട്ടിലേക്ക് വിടാനുള്ള പരിപാടിയാണ്. വീടെന്ന് പറയുന്നത് റൂം. അപ്പം ബൈ ബൈ.